മകളെ, വിവിധങ്ങളായിരിക്കുന്ന ഭവനങ്ങളിലും ആശ്രമങ്ങളിലും കന്യകാലയങ്ങളിലും ആശുപത്രികളിലും സമൂഹങ്ങളിലും ഒറ്റയ്ക്കുമൊക്കെ ഇരുന്ന് കർത്താവിൻ്റെ 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി നമ്മൾ ഒരുങ്ങി നിൽക്കുകയാണ്. അവരിലേക്ക് കർത്താവ് അവരോട് സംസാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നീ തളർന്നായിട്ടും ഇരിക്കുന്നത്, നശിച്ചു പോകുന്ന ഒരവസ്ഥയിലായിരിക്കാം. പക്ഷേ കർത്താവ് പറയാണ്, ഞാൻ നിന്നെ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റും. നീ ആരും അറിയപ്പെടാത്തവളോ അറിയപ്പെടാത്തവനോ ആയിരിക്കാം. കർത്താവ് പറയുന്നു, നിന്നെ മുൻനിരയിൽ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. വചനം ശ്രദ്ധിച്ചേൻ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 14-ാം വാക്യം. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. ആരാണ് ഈ ചെറിയവൻ? ഒന്നും ഇല്ലാത്തവൻ, അവൻ ചെറിയവനാണ്. ഒന്നും ആകാൻ പറ്റാത്തവൻ, അവൻ ചെറിയവനാണ്. വയലിലെ പുല്ലുകളെ വളർത്തുന്ന ദൈവം, ചെടികളെ പുഷ്പങ്ങൾ വിരിക്കുന്ന ദൈവം നിന്റെ ജീവിതത്തെ പൂവാടിയാക്കി മാറ്റും. ചെറിയവൻ്റെ കാര്യത്തിൽ പ്രത്യേകമായ പരിഗണന കർത്താവിനുണ്ട്. നീ തളർന്നു പോകുവാനോ നശിച്ചു പോകുവാനോ എല്ലാവരുടെ മുമ്പിൽ പരിഹാസപാത്രമാകുവാനോ ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മളിലേക്ക് ചൊരിയുകയാണ്. നമ്മൾ ശ്രദ്ധിക്കണം. എന്ത് ശ്രദ്ധിക്കണം? നമ്മുടെ ആത്മീയ ശക്തിയെ നിലനിർത്തുന്ന മേഖലകളെ പിശാച് തന്ത്രപരമായി നമ്മിൽ നിന്ന് മുറിച്ചു മാറ്റാൻ ശ്രദ്ധിക്കും. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഉദാഹരണമായി പറഞ്ഞാൽ വിശുദ്ധ കുർബാന, ജപമാല, വചനവായന, ധ്യാനം, കുടുംബ പ്രാർത്ഥന, ഉപവാസം, നൊയിമ്പ്, ഇതൊക്കെ മാറ്റാൻ, ഇതിലൂടെയാണ് ആത്മീയമായ ശക്തി നമുക്ക് കിട്ടുന്നത്. എന്നാൽ നമ്മുടെ ശക്തി കേന്ദ്രങ്ങളെ നഷ്ടപ്പെടുത്തുമ്പോൾ നമ്മൾ ബലഹീനരായിത്തീരും. ആത്മീയ സുഹൃത്തുക്കളില്ല, ആത്മീയ പുസ്തകങ്ങൾ വായിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ പിശാച് അവൻ്റെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കും. ഓർക്കണേ, ആത്മീയ ജീവിതത്തിൽ ദൈവം നൽകുന്ന ചെറിയ നിർദ്ദേശങ്ങൾ പോലും അനുസരിക്കാൻ തയ്യാറായാൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മൾ തകർന്നു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. സ്വർഗസ്ഥനായ പിതാവിന് നമ്മുടെ കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധയുണ്ട്. ഇപ്പോൾ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്നെ കർത്താവ് സ്നേഹിക്കുന്നു, നിന്നെ കർത്താവ് പരിഗണിക്കുന്നു. കർത്താവ് നീ നഷ്ടപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികളെ നിറഞ്ഞ ദിവസം നൽകി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും, ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വമക്കളെയും അവരുടെ കുടുംബങ്ങളെയും ഇനി അവരുടെ കുടുംബത്തിൽ വരാനിരിക്കുന്നവരെയും ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളെയും അവിടെ നിന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.